വിദേശ വിശേഷം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മരിയം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ട്രംപ് അധികാരത്തിലേറി ഒരാഴ്ച തികയുമ്പോഴുള്ള അദ്ദേഹത്തിന്റെ സുപ്രധാനമായിട്ടുള്ള നടപടികളെക്കുറിച്ചാണ്. പുതിയ പ്രഖ്യാപനവുമായിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അയൽ അറബ് രാജ്യങ്ങൾ പാലസ്തീൻ അഭയാർത്ഥികളെ ഏറ്റെടുക്കണമെന്നും അതുപോലെ ഗാസ മുനമ്പ് ശരിയാക്കണമെന്നുമുള്ള നിർദ്ദേശവുമായിട്ടാണ് ട്രംപ് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. യുദ്ധത്തെക്കുറിച്ചും യുദ്ധാനന്തര അവസ്ഥയെക്കുറിച്ചും ജോർദാനിലെ അബ്ദുള്ള രണ്ടാമൻ രാജാവുമായും അതുപോലെ ഈജിപ്ഷ്യൻ പ്രസിഡന്റുമായും ഇക്കാര്യം ചർച്ച ചെയ്തുവെന്നും ട്രംപ് തുറന്നു പറഞ്ഞു. ഈജിപ്തും ജോർദാനും ഗാസയിലെ അഭയാർത്ഥികളെ കൊണ്ടുപോകാൻ തയ്യാറാകണമെന്നും ട്രംപ് ആവശ്യപ്പെടുകയുണ്ടായി. ഗാസ യഥാർത്ഥത്തിൽ ആകെ പൊളിഞ്ഞു പോയൊരു സൈറ്റായിട്ടാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അവിടെ എല്ലാം തകരുകയാണ് ചെയ്തത്. ആളുകൾ മരിച്ചു കിടക്കുന്ന പ്രദേശമായി അവിടെ മാറിയിരിക്കുകയാണെന്നും ട്രംപ് തുറന്നു പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഗാസയിലെ അഭയാർത്ഥികളെ അറബ് രാജ്യങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാകണമെന്നും അവിടെ അവർക്ക് പാർപ്പിടം നിർമ്മിക്കണമെന്ന് താൻ ആഗ്രഹിക്കുന്നുവെന്നും ട്രംപ് തുറന്നു പറഞ്ഞു. അവിടെ അവർക്ക് സമാധാനത്തോടെ ജീവിക്കാനാകണമെന്നും ട്രംപ് വെളിപ്പെടുത്തുകയുണ്ടായി. എന്നാൽ ട്രംപിന്റെ ഈ ആശയത്തെ നിരസിക്കുകയാണ് ഈജിപ്തും ജോർദാനും ചെയ്തത്. ജോർദാൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കുന്നത് പാലസ്തീനികളെ കുടിയിറക്കുന്നതിനെതിരായിട്ടാണ് തങ്ങളുടെ നിലപാടെന്നാണ്. അത് മാറ്റമില്ലാത്തതാണെന്നുമായിരുന്നു. ഈജിപ്ത് പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് പാലസ്തീനികളെ അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കരുതെന്നും ഗാസയിലെ ജനസംഖ്യയിൽ പിഴുതെറിയാനുള്ള ശ്രമമാണ് ഇതെന്നുമാണ്. മറ്റൊരു സുപ്രധാനമായ കാര്യം എന്ന് പറയുന്നത് അമേരിക്കയിൽ ഇപ്പോൾ മുഴുവൻ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് അമേരിക്കൻ പ്രസിഡന്റായി സ്ഥാനമേറ്റ അന്ന് മുതൽ ഡൊണാൾഡ് ട്രംപ് ശ്രമിക്കുന്നത്. സ്ഥാനമേറ്റെടുത്ത ഈ ചെറിയ കാലയളവിൽ തന്നെ ട്രംപ് പ്രകോപിപ്പിക്കാത്ത രാജ്യങ്ങൾ ഇല്ലെന്ന് തന്നെ പറയാം. ഏറ്റവും അവസാനമായിട്ട് ട്രംപിന്റെ ഇരയായ രാജ്യം എന്നത് കൊളംബിയ ആയിരുന്നു. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം അമേരിക്കയുമായി ഏറ്റവും അടുത്ത ബന്ധം നിലനിർത്തുന്ന സഖ്യകക്ഷികളിൽ ഒരാളാണ് കൊളംബിയ എന്ന രാജ്യം. നാടുകടത്തപ്പെട്ട കുടിയേറ്റക്കാരെ കൊണ്ടുപോകുന്ന അമേരിക്കൻ സൈനിക വിമാനങ്ങൾ തിരിച്ചുവിട്ട കൊളംബിയയുടെ തീരുമാനത്തിലായിരുന്നു നിലവിൽ ട്രംപ് കൊളംബിയക്കെതിരെ പ്രധാനമായും തിരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിന് മറുപടിയായിട്ട് പ്രതികാര നടപടി എന്നോളം കൊളംബിയക്കെതിരെ ട്രംപ് കൈക്കൊണ്ടിട്ടുള്ളത് വ്യാപാര യുദ്ധം കൂടിയാണ്. കൊളംബിയ അമേരിക്കയോട് പ്രധാനമായും ആവശ്യപ്പെട്ടിരിക്കുന്നത് കൊളംബിയൻ അഭയാർത്ഥികളെ ചെങ്ങലക്കിട്ട് അമേരിക്കൻ പട്ടാള വിമാനങ്ങളിൽ കൊണ്ടുതരാതെ മനുഷ്യത്വപരമായി സിവിലിയൻ വിമാനങ്ങളിൽ കയറ്റി അയക്കണമെന്നായിരുന്നു. എന്നാൽ കൊളംബിയയുടെ ഈ നിലപാട് ട്രംപിന് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. ഇതിനെ തുടർന്ന് കൊളംബിയയ്ക്ക് മേൽ നിരവധി താരിഫുകളും അതുപോലെ ഉപരോധങ്ങളും ഏർപ്പെടുത്താൻ തന്റെ ഭരണകൂടത്തിന് ഉടനടി നിർദ്ദേശം നൽകുകയാണ് ട്രംപ് ചെയ്തത്. കൊളംബിയയിൽ നിന്നുള്ള എല്ലാ ഇറക്കുമതികൾക്കും അടിയന്തരമായി 25% താരിഫ് ഏർപ്പെടുത്തുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ അത് 50%-ആയി ഉയർത്തുകയും ചെയ്യുമെന്നും അമേരിക്ക നിലവിൽ അറിയിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ കൊളംബിയൻ പൗരന്മാർക്ക് യാത്രാ നിരോധനം ഏർപ്പെടുത്തുമെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരികയുണ്ടായി. എന്നാൽ വിട്ടുകൊടുക്കാൻ കൊളംബിയയും യാതൊരു വിധത്തിലും തയ്യാറാകുന്നില്ല. അമേരിക്ക ചുങ്കം ഏർപ്പെടുത്തുകയാണെങ്കിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കും തിരിച്ച് തങ്ങളും ചുങ്കം ഏർപ്പെടുത്തുമെന്നാണ് കൊളംബിയ പറയുന്നത്. അതുപോലെ കുടിയേറ്റക്കാരെ തിരികെ കൊണ്ടുവരാൻ കൊളംബിയൻ പ്രസിഡൻഷ്യൽ വിമാനം അയക്കാമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചെങ്കിലും അമേരിക്ക അത് സ്വീകരിക്കുകയും ചെയ്തില്ല. എന്നാൽ കൊളംബിയയുമായുള്ള ഒരു ചർച്ചയ്ക്ക് തയ്യാറല്ല എന്ന് വൈറ്റ് ഹൗസ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം നടന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേറ്റ് ഒരാഴ്ച തികയുന്നതിന് പിന്നാലെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിട്ട് ട്രംപ് ഫോൺ സംഭാഷണം നടത്തിയിരിക്കുകയാണ്. ചരിത്രപരമായ രണ്ടാം ടൈമിൽ പ്രിയ സുഹൃത്തിനെ അഭിനന്ദിക്കുന്നതിനായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അമേരിക്കയുമായി പരസ്പരം പ്രയോജനകരവും വിശ്വസനീയമായ പങ്കാളിത്തമാണ് ഇന്ത്യ എക്കാലത്തും പ്രതിജ്ഞാബദ്ധമാണെന്നും നരേന്ദ്രമോദി എക്സിൽ കുറിക്കുകയുണ്ടായി. എന്റെ പ്രിയ സുഹൃത്ത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി സംസാരിക്കുന്നതിൽ വളരെയധികം ഞാൻ സന്തോഷവാനാണ്. ചരിത്രപരമായ രണ്ടാം ടൈമിൽ അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. പരസ്പരം പ്രയോജനകരവും അതുപോലെ വിശ്വസനീയമായ പങ്കാളിത്തത്തിന് നമ്മൾ എല്ലാ കാലത്തും വളരെയധികം പ്രതിജ്ഞാബദ്ധരാണ്. നമ്മുടെ ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടിയും അതുപോലെ ആഗോള സമാധാനത്തിനും സുരക്ഷയ്ക്കും സമൃദ്ധിക്കും വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധ ഫോൺ സംഭാഷണത്തിലൂടെ ചർച്ചയായ തരത്തിലും ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റൊരു സുപ്രധാനമായ വാർത്ത എന്ന് പറയുന്നത് ഗാസയുമായി ബന്ധപ്പെട്ടതാണ്. അക്രമവുമായി ബന്ധമില്ലാത്ത എവിടെയെങ്കിലും ഗാസ നിവാസികൾ താമസിക്കുന്നതാണ് നല്ലതെന്ന് വെളിപ്പെടുത്തുകയാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. പ്രശ്നങ്ങളും വിപ്ലവവും അക്രമവും ഇല്ലാതെ ജീവിക്കാൻ കഴിയുന്ന ഒരു പ്രദേശത്ത് അവരെ താമസിപ്പിക്കാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്നും ട്രംപ് തുറന്നു പറഞ്ഞു. നിങ്ങൾ ഗാസ മുനമ്പിലേക്ക് നോക്കുക. വർഷങ്ങളായി അത് നരകമായി നിലനിൽക്കുകയാണ് ഇപ്പോഴും. ആയിരക്കണക്കിന് വർഷം മുമ്പ് തുടങ്ങി വിവിധ നാഗരികതകൾ അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എല്ലായ്പ്പോഴും ആക്രമണങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ കൂടുതൽ സുരക്ഷിതവും അതുപോലെ കൂടുതൽ മികച്ചതും കൂടുതൽ സുഖകരവുമായ പ്രദേശങ്ങളിലേക്ക് അവിടെയുള്ളവർക്ക് ജീവിക്കാൻ കഴിയുമെന്നാണ് ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറയുന്നത്. ഈജിപ്തും ജോർദാനും കൂടുതൽ പാലസ്തീൻ അഭയാർത്ഥികളെ സ്വീകരിക്കണമെന്ന ആവശ്യവും ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഗാസ മുനമ്പിലെ ആളുകളെ സുരക്ഷിതമായ സ്ഥലത്ത് പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് തന്റെ നിർദ്ദേശം എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. മറ്റൊരു സുപ്രധാനമായ വാർത്ത എന്ന് പറയുന്നത് റഷ്യയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ യൂറോപ്യൻ യൂണിയനിലേക്കുള്ള റഷ്യൻ വാതകം കൊണ്ടുപോകുന്നത് പുനരാരംഭിക്കാൻ യുക്രൈനെ ഹംഗറി ഭീഷണിപ്പെടുത്തിയിരുന്നു. എന്നാൽ ആ ഭീഷണിക്ക് യാതൊരുവിധ ഫലവും ഉണ്ടായില്ല.
റഷ്യക്കെതിരായ സാമ്പത്തിക ഉപരോധം നീട്ടാൻ യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യ മന്ത്രിമാർ അംഗീകരിച്ചതായിട്ടാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നു. യൂറോപ്യൻ യൂണിയൻ വിദേശ മേധാവി കാജ കല്ലാസ് റഷ്യക്കെതിരെ ഉപരോധം നീട്ടുന്നതായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. റഷ്യയുടെ വരുമാനം നഷ്ടപ്പെടുന്നത് തുടരുമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്. 2022 ഫെബ്രുവരിയിൽ യുക്രൈൻ സംഘർഷം രൂക്ഷമായതിനു പിന്നാലെ റഷ്യയുടെ പരമാധികാര ആസ്തികൾ മരവിപ്പിക്കുകയും അതുപോലെ യൂറോപ്യൻ യൂണിയനും റഷ്യയും തമ്മിലുള്ള മിക്കവാറും എല്ലാ വ്യാപാര ഊർജ്ജ ബന്ധങ്ങളും വിച്ഛേദിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് EU റഷ്യയ്ക്ക് മേൽ 15 റൗണ്ട് സാമ്പത്തിക പിഴകൾ ചുമത്തുകയും ഉണ്ടായി. എല്ലാ 27 യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങളുടെയും ഏകകണ്ഠമായ സമ്മതത്തോടെ ഓരോ 6 മാസത്തിലും ഉപരോധങ്ങൾ പുതുക്കുമെന്നാണ് നിലവിൽ വ്യവസ്ഥ ചെയ്യപ്പെട്ടിട്ടുള്ളത്.